ഹായ് വെൽക്കം ഓൾ വെൽക്കം ടു ഫ്യൂച്ചർ. നീറ്റ് പരീക്ഷയ്ക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ, നമുക്ക് അത്ര എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന, ടെക്നിക്കലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എക്സാമിന് ചോദിക്കാൻ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ നീറ്റിൽ എങ്ങനെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് ക്വസ്റ്റ്യൻ വന്നത് നോക്കൂ. 2025 ത്രീ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 2025 എക്സാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം നീറ്റിൽ 2016 നടന്ന എക്സാം ആയിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നീറ്റായിട്ട് പലപ്പോഴും നമ്മൾ പരിഗണിക്കുക. പക്ഷേ 2025 വന്നതോടുകൂടി ഏറ്റവും ഡിഫിക്കൽട്ട് ഏതായി? 2025 എക്സാമായി. 2025 പ്രത്യേകത ഉണ്ട്. അതെന്താ? പ്ലസ് വണ്ണിന്നും പ്ലസ് ടു ആൾമോസ്റ്റ് ഈക്വൽ ക്വസ്റ്റ്യൻസാ. 22 ക്വസ്റ്റ്യൻസ് പ്ലസ് വണ്ണിന്ന്, 23 ക്വസ്റ്റ്യൻസ് പ്ലസ് ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അതുവരെ അങ്ങനെയല്ല. അതുവരെ ചോദിച്ചത് 40% ക്വസ്റ്റ്യൻ പ്ലസ് വൺ എന്നും 60% ക്വസ്റ്റ്യൻസ് പ്ലസ് ടു എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പോലും പ്ലസ് ടുന്ന് 23 ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ 3 ക്വസ്റ്റ്യൻസ് എവിടുന്നാണ്? കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. 24 നോക്കൂ, 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്ത് പരിപാടിയാണ്? അത് പേടിക്കണ്ട. 24 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 50 ക്വസ്റ്റ്യൻ ഇല്ല, ഇത് 45 ക്വസ്റ്റ്യൻസ് എന്നാണ് 3 ക്വസ്റ്റ്യൻസ്. അത് കാരണം ഇവിടൊക്കെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ 2025 വന്നപ്പോൾ നമുക്ക് 45 ക്വസ്റ്റ്യൻ ആണ്. ആ പാറ്റേണിലുള്ള ഒരു എക്സാം ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതേ. നോക്കൂ, അപ്പോൾ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണ് എന്നുള്ളതിന് ഇതിലും വലിയൊരു തെളിവിനില്ലല്ലോ. ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ കറന്റ് ഓഫ് 2 ആംപിയർ ഫ്ലോസ് ഇൻ എ സിസ്റ്റം ഓഫ് കണ്ടക്ടേഴ്സ് ആസ് ഷോൺ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ മൈനസ് വി ബി ആണ് ക്വസ്റ്റ്യൻ അല്ലേ. വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ, ഇതാണ് ബി. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ആദ്യം നോക്കൂ, ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന്. കാരണം അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പോലെയല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇവിടെ 2 ആണ്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. പക്ഷെ നോക്കൂ, 2/3 ഇത് 3/2 ആണ്. ബാലൻസ്ഡ് ആണോ? അല്ല. അല്ലെങ്കിൽ നോക്കൂ, 2/3 ആണിത്, ഇത് 3/2 ആണ് വരിക. ബാലൻസ്ഡ് അല്ല. ബാലൻസ്ഡ് ആയിരുന്നെങ്കിൽ, കാരണം ഇവിടെയും 2 ഇവിടെ 3 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം, പിന്നെ ഇവിടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താൽ ഡിഫ്ലക്ഷൻ കാണിക്കൂല, അതിലൂടെ കറണ്ട് വരില്ല എന്ന് വെച്ചാൽ എയിലും ബിയിലും ഒരേ പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് നമുക്ക് പറയാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതാണ് ചെക്ക് ചെയ്യേണ്ടത്, അത് ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ല. അപ്പോൾ പിന്നെ ഈ നമുക്ക് കോംപ്ലിക്കേറ്റഡ് കിർച്ചോഫ് ലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനുള്ള മെത്തേഡ് എന്താ അറിയോ? നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കുക. നമുക്ക് വേണ്ട എന്താ നോക്കി, വളരെ സിമ്പിൾ ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. വി എ മൈനസ് വി ബി അല്ലടാ, അതെ, വി എ മൈനസ് വി ബി സീക്വൽ ടു. അപ്പോൾ ഇത് ഡി ആണ്, ഇത് എ, ഇത് ബി ആണ്. ഞാൻ നോക്കൂ, എഴുതുന്നത് ശ്രദ്ധിച്ചോട്ടോ. ഞാൻ അതിനെ എഴുതുന്ന നോക്കൂ, വി ഡി മൈനസ് വി ബി മൈനസ് വി ഡി മൈനസ് വി എ എന്ന് കൊടുത്തു ഞാൻ. ഇത് മാത്തമാറ്റിക്കലി ശരിയാണോ നോക്ക്. അതാ വി ഡി ഇവിടെ ഉണ്ട്, മൈനസ് വി ഡി ഇവിടെ ഉണ്ട്, കട്ട് ചെയ്ത് പോയി. പിന്നെ ഇവിടെ നോക്കൂ, മൈനസ് വി ബി, അതാ മൈനസ് വി ബി ഇവിടെ ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വി എ. ഓ, എൽ എച്ച് എസും ആർ എച്ച് എസും ഓക്കെ ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഇവരുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും കൂടെ ഡിഫറൻസ് എടുത്ത് കണ്ടോ, അതാ ഞാൻ ചെയ്തത്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആയി. അപ്പോൾ ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വി എ മൈനസ് വി ബി കാണാൻ നോക്കൂ, ഈ പോയിന്റിനും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവരുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. കണ്ടോ, ഡിഫറൻസ് എടുത്തു. അങ്ങനെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിന്റെ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് എടുത്തപ്പോൾ വി ഡി മൈനസ് വി ഡി കട്ട് ചെയ്ത് പോയി. പിന്നെ എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആണ്, സെറ്റാണ്. ഇനി ഓംസ് ലോ മതിടാ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അതെങ്ങനെ? ഓംസ് ലോ എന്താ? വി സി മീൻസ് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? വി സിക്വൽ ടു ഐ ആർ എന്ന് എഴുതാലോ. ഓക്കെ, അതല്ല ഓംസ് ലോ എന്നുള്ളത് വേറെ കാര്യം, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ വി ഡി മൈനസ് വി ബി എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഐ ഡി ബി ഇൻറ്റു ആർ ഡി ബി, ശരിയല്ലേ? അതായത് ഡി ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിലൂടെ പോണ കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ്, മൈനസ് മൈനസ് ഇതോ
ഐ ഡി എ ഇൻറ്റു ആർ ഡി എ. ആർ ഡി എ സെറ്റ് അല്ലേ? റെഡി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് വേണ്ട എന്താ? ഐ ഡി ബി വേണം. എടാ ആകെ വരുന്ന കറണ്ട് എത്ര നോക്ക്? 2 ആംപിയർ അല്ലേ? ആ 2 ആംപിയറിന്റെ മുമ്പിൽ ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഈ 2 വഴിയും നോക്കുക. ഈ വഴിയിൽ ആരാ ഉള്ളത്? 2 ഓം, 3 ഓം സീരീസ് 5 ഓം. ഈ വഴിയിൽ ആരാ ഉള്ളത്? 3 ഓം, 2 ഓം, 5 ഓം. എന്ന് വെച്ചാൽ 2 വഴികളിലും റെസിസ്റ്റൻസ് എന്താണ്? ഈക്വലാ. അപ്പൊ കറണ്ട് എന്താ ചെയ്യുക? പകുതി പേര് ഇതിലൂടെ പോകും, പകുതി ഇതിലൂടെ പോകും. എന്ന് വെച്ചാൽ ഒരു സൈഡിലൂടെ പോകുന്ന കറണ്ട് അപ്പൊ എത്രയാണ്? ദിസ് ഈസ് 1 ആംപിയർ. അപ്പൊ ഇതോ? ഇതും 1 ആംപിയർ. അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ഐ ഡി ബി, ഡി ബി ഏതാണ്? ഇതാണ്. ഡി ബിയിലൂടെ പോണ കറണ്ട് എത്ര? 1 ആംപിയർ. അപ്പൊ 1 ഇൻറ്റു ആർ ഡി ബി. ആർ ഡി ബി എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എത്ര? 3 ഓം. അപ്പോൾ ഇൻറ്റു 3 മൈനസ് ഐ ഡി എ, ഇതിലൂടെ പോണ കറണ്ട് 1 ആംപിയർ. 1 ഇൻറ്റു ആർ ഡി എ അതെത്ര? 2. യെസ്, 3 മൈനസ് 2 ഈക്വൽ ടു എത്രടാ? 1 വോൾട്ട് ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. എത്ര സിമ്പിൾ ആണ്, ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് തോന്നിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത് നോക്കൂ. 2 resistors 200 ohm and 400 ohm are connected in series with a battery of 100 volt. A bulb rated 200 volt 100 watt is connected across 400 ohm resistance. The potential drop across the bulb is dash volt. അപ്പോൾ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ട്. പെട്ടെന്നൊരു ഡയഗ്രാം വരയ്ക്കാം നമുക്ക്. ആദ്യം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അവിടെ 2 റെസിസ്റ്റേഴ്സ് ഒരു 200 ഉണ്ട്, ഒരു 400 ഉണ്ട്. അവർ തമ്മിൽ സീരീസിലാണ്. പിന്നെയോ ആർക്ക് അക്രോസില? 100 വോൾട്ട്. ഓക്കെ, 100 വോൾട്ടിന് ഇതാണ് പറഞ്ഞത്. പിന്നെ പറയുന്നു 200 വോൾട്ട് 100 വാട്ട് ബൾബ് കണക്റ്റഡ് അക്രോസ് 400. അപ്പോൾ ദിസ് ഈസ് 200 ഓം, ഇത് 400 ഓം ആണ്. ഇതിന് അക്രോസിൽ ബൾബ് കണക്ട് ചെയ്തു, ഇതിന് അക്രോസിൽ ബൾബ് കണക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞത്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ബൾബാണ്. അപ്പോൾ ബൾബിന്റെ സ്പെസിഫിക്കേഷൻ എന്നല്ലടാ നമ്മൾ ഇതിനെ പറയാം. ബൾബിന്റെ അല്ലേ, ഏതൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് എടുത്താലും അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അതിന് എത്ര വോൾട്ട് എത്ര വാട്ട് എന്ന് കാണിക്കും. എന്താ ശരിക്ക് 200 വോൾട്ട് 100 വാട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ബൾബിന് അക്രോസിൽ നിങ്ങൾ 200 വോൾട്ട് അപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ കൺസ്യൂം എ പവർ ഓഫ് 100 വാട്ട് എന്നാണ് പറഞ്ഞതിന്റെ മീനിങ്. അതിൻ്റെ അർത്ഥം ആ ബൾബ് എപ്പോഴും 100 വാട്ടാണ് കൺസ്യൂം ചെയ്യുക എന്നല്ല. 200 വോൾട്ട് അപ്ലൈ ചെയ്താൽ 100 വാട്ട് കൺസ്യൂം ചെയ്യും. 200 വോൾട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിലോ 100 വോൾട്ടിൽ കുറവായിരിക്കും. 200 വോൾട്ടിൽ അധികം അപ്ലൈ ചെയ്താലോ 100 വാട്ടിൽ അധികം പവർ കിട്ടും. പക്ഷേ എത്ര നേരം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ ബൾബ് എപ്പോഴും അടിച്ചു പോവാം. കാരണം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് അക്രോസിൽ പരമാവധി 200 വോൾട്ട് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലാണ്. അപ്പോൾ ഫ്രം ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ബൾബ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. ബൾബിന്റെ സ്പെസിഫിക്കേഷൻ എന്നാണ് നിങ്ങൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം പി സി ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. നമുക്ക് വേണ്ടത് ഇവിടെ ആറാണ്. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് ആദ്യം കിട്ടണം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. വി ആരാ? 200 ഇൻറ്റു 200 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈക്വൽ ടു നമുക്ക് കിട്ടി 400 ഓം. ശരിയല്ലടാ? കാരണം 2 പോയി. 2 ഇൻറ്റു 2 400 ഓം. എന്ന് വെച്ചാൽ ഇയാളുടെ റെസിസ്റ്റൻസ് 400 ഓം ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് 400 ഓം. യെസ്. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കൂ, ഇയാളും പാരലലാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ഇയാൾക്കും അക്രോസിൽ ഉണ്ടാവുക. എന്താ കാരണം? പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആവും, പക്ഷെ പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് ആയിരിക്കും സെയിം ആവുക. ഓക്കെ, അപ്പം ഞാൻ നോക്കൂ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവുക? സിമ്പിൾ. അതിനിപ്പോൾ ഇനി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം 400ഉം 400ഉം അല്ലേ അത്. അപ്പോൾ 400ഉം 400ഉം ആണെങ്കിൽ അതിന് അക്രോസിൽ നോക്കൂ, അതിൻ്റെ എത്ര ഉണ്ടാവുക? 400 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ R/2. അപ്പോൾ 200 ഓം. അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 ഓം. ഓക്കെ, ഇനി നോക്കൂ, ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. I ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു വി 100 ആണ് ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ് എടാ 200 ഇവിടെ ഉണ്ട്, ഇവിടെ 200 ഉണ്ട്. അപ്പോൾ എത്രയായി? 400 ആയി. 400. അപ്പോൾ 1/4 ആംപിയർ എന്ന് കിട്ടി. 1/4 ആംപിയർ എന്ന് വെച്ചാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1/4 ആംപിയർ ആണ്. നമ്മളോട് ചോദിച്ചത് ഇതിന് അക്രോസിലുള്ള വോൾട്ടേജ് എത്രയാണ്? ശരിയല്ലേ? ഓക്കെ, അപ്പം ഞാൻ പറയുന്നു സിമ്പിൾ പരിപാടി. അതെന്താ പരിപാടി? നോക്കൂ, ഇതിലൂടെ വരുന്ന കറണ്ട് എത്ര? 1/4 ആംപിയർ. ഇത് മൊത്തം എത്ര? റെസിസ്റ്റൻസ് 200. അപ്പോൾ അതിന് അക്രോസിലുള്ള വോൾട്ടേജ് എന്താണോ അത് തന്നെയാണ് ഈ 400ന് അക്രോസിൽ ഉണ്ടാവുക, അത് തന്നെയാണ് ഈ ബൾബിന് അക്രോസിൽ ഉണ്ടാവുക. അപ്പോൾ വോൾട്ടേജ്, അപ്പോൾ വി ഇസ് ഈക്വൽ ടു അതാ വോൾട്ടേജ്. ഏത് വോൾട്ടേജ്? വോൾട്ടേജ് അക്രോസ് ദ ബൾബ് കേട്ടോ. വോൾട്ടേജ് അക്രോസ് ദ ബൾബ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഏത് ഐ? ദാ ഇതിലൂടെ മൊത്തം, കാരണം ഇതിനെ മൊത്തത്തിൽ നമ്മൾ 200 ആക്കി എടുത്തു. ആ 200ന് അക്രോസിലുള്ള വോൾട്ടേജ് തന്നെയാണ് ഇയാൾക്ക് അക്രോസിലും ഉണ്ടാവുക, ഇയാൾക്ക് അക്രോസിലും ഉണ്ടാവുക. കാരണം എന്താ? പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നോക്കൂ, നമുക്ക് എന്ത് കൊടുക്കാം? ഐ ഇൻറ്റു ആർ. ഐ എത്രയാണ്? 1/4 ഇൻറ്റു ആർ എത്ര? 400 അല്ല കേട്ടോ കൊടുക്കേണ്ടത്, 200. ആർ 200. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 വോൾട്ട്. 50 ഈസ് ദ റൈറ്റ് ആൻസർ. 50 ഈസ് കറക്റ്റ്. മക്കളെ, ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ 200 എന്താ കൊടുത്തത്, ഇവിടെ 400 അല്ലേ? അല്ല, കാരണം ഈ 200ലൂടെ പോകുന്ന കറണ്ടാണ് 1/4 ആംപിയർ. എന്നാൽ ഇതിലൂടെ മാത്രം പോകുന്ന കറണ്ട് 1/4 അല്ല, അത് 1/8 ആ. കാരണം നോക്കൂ, ഇവിടെ 1/4 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2 വഴികളുണ്ട്. അപ്പോൾ രണ്ടും 400 ആയതുകൊണ്ട് പകുതി ഇതിലൂടെ പോകുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വേണേൽ 400 എഴുതാം, പക്ഷെ അപ്പോൾ ഇവിടെ 1/8 ആണ് എഴുതേണ്ടത്. കാരണം ഈ 1/4ന്റെ ഹാഫ് ഇതിലൂടെ, ഹാഫ് ഇതിലൂടെ. എന്നാൽ മൊത്തത്തിൽ നിങ്ങൾക്കിത് 200 ആയിട്ട് അങ്ങനെയും സോൾവ് ചെയ്യാം. അടിപൊളിയല്ലേ? മനസ്സിലായോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്, ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ പോയിന്റ് ഇ ഈസ്. ഇ എവിടെടാ? ഇവിടെ ഇ കാണുന്നുണ്ട്. ഇയിലുള്ള പൊട്ടൻഷ്യലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ടെൻഷനൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഞാൻ പറയാം. ആദ്യം മനസ്സിലാക്കേണ്ടത് നോക്കൂ, ഇത് എർത്ത് ചെയ്തിട്ടുണ്ട്. എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അത് 0. ഇത് നിങ്ങൾക്കറിയാലോ. യെസ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഇയിലുള്ള പൊട്ടൻഷ്യൽ അല്ലേ? അത് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിലെ മൊത്തം സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കൂ. ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ദ സീരീസിലാണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം ആണ്. ഓക്കെ, കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു, കാരണം ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, കറണ്ട് ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആണ്. വി എത്ര? 8 ഡിവൈഡഡ് ബൈ 6, 4/3 ആംപിയർ എന്ന് കിട്ടും. 4/3 ആംപിയർ. അതും സെറ്റാണ്. ഇനി ഒന്നും നോക്കണ്ട, നോക്കിക്കോ. ഈ പോയിന്റും ഈ പോയിന്റും കൊടുക്കുക. ഇത് ഡി ആണല്ലോ. ഡി തന്നെയാണ് സി, കാരണം ഡിക്കും സിക്കും ഇടയിൽ വേറെ ആരുമില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഡിയും സിയും എടുത്തു. ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇത് പോസിറ്റീവ് ടെർമിനൽ നിന്ന് പുറത്തേക്ക് കറണ്ട്, അങ്ങനെ ആ കറണ്ട് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഒരു സെല്ലിലേക്ക് ആ കറണ്ട് ഇതാ അങ്ങനെ തിരിച്ചു കയറുന്നു. ആ കറണ്ടാണ് 4/3 ആംപിയർ എന്ന് നമ്മൾ പറഞ്ഞത്. 4/3 ആംപിയർ. യെസ്. അപ്പോൾ ഞാൻ എടുക്കുന്നു, നോക്കിക്കോളൂ. വി ഇ മൈനസ് വി സി ഈക്വൽ ടു എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക, കാരണം ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ കറണ്ട് പോണത്. ഐ റൈറ്റ് വി സി മൈനസ് വി ഇ ദാറ്റ് ഈസ് ഈക്വൽ, കാരണം കറണ്ടിന്റെ ഡിറക്ഷൻ ഇവിടുന്ന. അപ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യൽ ആണ്, ഇത് ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. ശരിയല്ലേ? ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് പോവുക. ഓക്കെ, അപ്പോൾ വി സി മൈനസ് വി ഇ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എഗെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് സി ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു, കറണ്ട് നമ്മൾ കണ്ടെത്തി 4/3 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയുടെ അതിൻ്റെ ഇടയിലുള്ളത്? 1. റെസിസ്റ്റൻസ് 1. അപ്പോൾ ഈക്വൽ ടു എത്ര കിട്ടുക? ഈക്വൽ ടു 4/3 എന്ന് കിട്ടി. പക്ഷേ ഇതാരാ? വി സി എന്ന് പറഞ്ഞത് 0, കാരണം സി പോയിന്റ് എർത്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ 0 ആണ്. 0 മൈനസ് വി ഇ എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ മൈനസിന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഇ ഈക്വൽ ടു യു വിൽ ഗെറ്റ് മൈനസ് 4/3 വോൾട്ട്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റൻസ് ഫോർ ദ ഗിവൺ സർക്യൂട്ട്. യെസ്,
ഇത്തരം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഭയക്കരുത് ട്ടാ. വളരെ ഈസി ആയിരിക്കും. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കിർച്ചോഫ്സ് ലോ ഒക്കെ അപ്ലൈ ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള സോൾവ് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, ആ സർക്യൂട്ടിലേക്ക് നോക്കും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഒറ്റയടിക്കൊന്നും ചെയ്യാതെ നമുക്ക് ചാടി വീഴാം. ദ ആൻസർ ഈസ് സീറോ. സീറോ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ലോജിക്. മക്കളെ, ഏത് സർക്യൂട്ടിലാണെങ്കിലും ഒരു സെല്ലിൽ നിന്ന് എത്ര കറണ്ട് ആണോ പുറത്തിറങ്ങിയത് അത്രയും കറണ്ട് ആ സെല്ലിലേക്ക് തിരിച്ചു കയറേണ്ടതുണ്ട്. ഒരു സെല്ലിൽ നിന്ന് എത്ര കറണ്ട് ആണോ പുറത്തിറങ്ങിയത് അത്രയും കറണ്ട് ആ സെല്ലിലേക്ക് തിരിച്ചു കയറണം. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഈ 10 വോൾട്ട് സെല്ലിൽ നിന്ന് കറണ്ട് ദാ ഇതിലൂടെ വന്നു. അത്ര കറണ്ട് തന്നെ അതിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ നോക്കൂ, അത് ഇങ്ങോട്ട് വരണ്ടേ? അതുപോലെ ഇത് നോക്കൂ നിങ്ങള്. ഇതിൽ നിന്ന് എത്ര കറണ്ടാണോ ഇവിടുന്ന് പുറത്തിറങ്ങിയത് അത്രയും കറണ്ട് അതിലേക്ക് തിരിച്ചു കയറേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഇതിലൂടെ ആരാ പോവുക? ആരും പോവില്ല. അപ്പൊ സിമ്പിൾ ലോജിക്കായിട്ട് നമുക്ക് എന്ത് പറയാം? ഏറ്റവും സിമ്പിൾ ആയിട്ട് സെല്ലിൽ നിന്ന് എത്ര കറണ്ടാണോ പുറത്തിറങ്ങിയത് അത്രയും കറണ്ട് ആ സെല്ലിലേക്ക് തിരിച്ചു കയറണം. അങ്ങനെ ആവുമ്പോൾ ഈ 2 ഓമിലൂടെ പോകാൻ ആളുണ്ടോ? ഇല്ല. സീറോ. മൈ ഡിയർ സ്റ്റുഡൻസ്, വൺ മോർ ക്വസ്റ്റ്യൻ ലെറ്റ്സ് സോൾവ്. യെസ്, ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Two metal plates A and AB are kept horizontally with a separation 12 by pi സെന്റിമീറ്റർ ട്ടോ. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ആ സെന്റിമീറ്റർ ഒക്കെ പിന്നീട് ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വിത്ത് പ്ലേറ്റ് എ ഓൺ ദ ടോപ്പ്, an atomizer jet sprays oil, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അഗെയിൻ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, droplets of radius 1 millimeter horizontally. Okay, all oil droplets carry a charge 5 nanocoulomb. The potentials VA and VB are required on plates A and B respectively in order to ensure droplets do not descend. പേടിക്കണ്ട കേട്ടോ, I will explain the question. The value of VA and VB are എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ചിലർക്കൊന്നും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കട്ടോ, എന്നിട്ട് എന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടാൽ മതിയേ. കാരണം ഒറ്റയ്ക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല കേൾക്കേണ്ടത്, നിങ്ങൾ തന്നെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുക. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2 പ്ലേറ്റ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, ആ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 12 ബൈ പൈ ഇൻറ്റു 10⁻² മീറ്റർ. ഞാൻ സെൻറ്റിമീറ്ററിൻ്റെ മീറ്റർ ആക്കിയത്, എനിക്ക് പേടിയാണ്, ഞാനത് മറന്നു പോകും, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ എന്താ പറയുക, ഇതിനിടയിലേക്ക് സ്പ്രേസ് ഓയിൽ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഹൊറിസോണ്ടൽ, ഇവിടേക്ക് നോക്കൂ. പിന്നെ ഓയിൽ സ്പ്രേ ചെയ്തു. സ്പ്രേ അങ്ങനെ സ്പ്രേ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കൂടാ, ഒരുപാട് ഡ്രോപ്ലെറ്റ്സുകൾ ഇവിടെ ഉണ്ട്. ആ ഓരോ ഡ്രോപ്ലെറ്റിൻ്റെയും റേഡിയസ് 1 മില്ലിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1 മില്ലിമീറ്റർ. എന്നിട്ട് നമ്മൾ പറയാണ് ഓരോ ഡ്രോപ്ലെറ്റിനും 5 നാനോ കൂളോമ്പ് ചാർജ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ഡ്രോപ്പ് ഇത് എത്രയോ തവണ എക്സാമിന് ചോദിച്ചതാ. ഇവിടെ സ്റ്റൈലൊന്ന് മാറ്റിയെന്നുള്ളൂ ക്വസ്റ്റ്യനിൽ. ബിക്കോസ് വി ആർ ഡീലിംഗ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കൂ, അപ്പോൾ ഇവിടെ സ്റ്റൈൽ മാറ്റിയതാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഇതിലില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ നന്നായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ, പക്ഷേ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്തു. എന്താ പാറ്റേൺ? അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഒരുപാട് ഡ്രോപ്ലെറ്റുകൾ ഉണ്ട്. ഓക്കെ, ആ ഡ്രോപ്ലെറ്റുകൾ ഡിസെൻഡ് ചെയ്യരുത്, താഴോട്ട് വീഴരുത് എന്നാ പറഞ്ഞത്. താഴോട്ട് വീഴാൻ പാടില്ല. അങ്ങനെ താഴോട്ട് വീഴാതെ അവിടെ നിൽക്കണമെങ്കിൽ ഈ പ്ലേറ്റുകളുടെ പൊട്ടൻഷ്യൽസ് ഏതൊക്കെയാണ് പൊട്ടൻഷ്യൽസ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോഴും ചിലർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ചിലർക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും. മക്കളെ പേടിക്കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ വ്യത്യസ്ത രൂപത്തിലാക്കി മാറ്റിയത് മാത്രമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ പറയാം. അപ്പം നമുക്ക് 1-2 സാമ്പിൾ ഡ്രോപ്ലെറ്റിന് വേണം ഇവിടെ എടുക്കാം. ദാ ഈ ഡ്രോപ്ലെറ്റുകൾ സ്വാഭാവികമായിട്ടും താഴേക്ക് വീഴുമല്ലോ, ഗ്രാവിറ്റിയിൽ താഴേക്ക് വീഴും. അങ്ങനെ താഴോട്ട് വീഴരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ ഈ ഡ്രോപ്ലെറ്റിൻ്റെ മുകളിലേക്ക് ഫോഴ്സ് വേണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡ്രോപ്ലെറ്റിനെ പിടിക്കാം. ഒരു ഡ്രോപ്ലെറ്റ്, ആ ഡ്രോപ്ലെറ്റിൻ്റെ മുകളിൽ താഴോട്ട് ആരുണ്ടാവും? mg ഫോഴ്സ് ഉണ്ടാവും. മുകളിലേക്ക് ഇവിടെ വരാൻ സാധ്യത ഉള്ളത് ആരാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ? അപ്പൊ മുകളിലേക്ക് വരാനുള്ള ഫോഴ്സ് ആരാ? QE. ഓർമ്മയില്ലടാ, F = QE, ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി.
ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ആ ഫോഴ്സ് വേണം മുകളിലേക്ക്, എന്നാലല്ലേ ഇയാൾ താഴോട്ട് വീഴാതിരിക്കുള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അടുത്ത ലെവലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യന് ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. നോക്കാം. അപ്പോൾ നമുക്ക് എം ഇവിടെ തന്നിട്ടില്ല. കുറച്ച് പണി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പ്രശ്നമില്ലടാ, നമുക്കത് ചെയ്യാം. നോക്കൂ, നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ്. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി നമുക്ക് തന്നത് 1.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1.5 ഗ്രാം 10⁻³ ഡിവൈഡഡ് ബൈ കിലോഗ്രാം കേട്ടോ, ഗ്രാമിനെ കിലോഗ്രാം ആക്കി. 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ. അപ്പോൾ 10⁻²⁻³ ആണ്. അപ്പോൾ 10⁻²⁻³ എന്ന് പറയുമ്പോൾ 10⁻⁻6 ഇൻറ്റു വോളിയം 4/3 പൈ ആർ ക്യൂബ്. ആർ 1 മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അപ്പോൾ ⁻³ കൂടുമ്പോൾ 10⁻⁻9. 10⁻⁻9. ഓക്കെ. അപ്പോൾ 10⁻⁻6ഉം ഇതും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ -3 ആയി. 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ് അല്ലടാ. അപ്പോൾ നോക്കൂ, ഇവിടെ 3/2 ഇൻറ്റു 4/3 പൈ ഇൻറ്റു 10⁻⁻6. അപ്പോൾ 3 നമുക്കിവിടെ കട്ട് ചെയ്യാം. 4/2 എന്ന് പറഞ്ഞാൽ 2 ആയി. ദെർഫോർ യു വിൽ ഗെറ്റ് 2 പൈ ഇൻറ്റു 10⁻⁻6 കിലോഗ്രാം എന്ന് നമുക്ക് മാസ് കിട്ടി. ഓക്കെ. നമുക്ക് വേണ്ട എന്താ? ഇവ തമ്മിലാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. എം ജിയും ക്യു ഇയും നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. വേണ്ടടാ? യെസ്. അപ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് പോവാം. യെസ്. അപ്പോൾ എം ജി ഈക്വൽ ടു ക്യു ഇ ആണ്. ക്യു ഇ, എം ജി ഈക്വൽ ടു ക്യു ഇ. പിന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? അതെന്താ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ, ഇപ്പോൾ കപ്പാസിറ്ററിലൊക്കെ നമ്മൾ പഠിച്ചാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ വി ഈക്വൽ ടു എന്താ? ഇ ഇൻറ്റു ഡി അല്ലടാ. വി is equal to ഇ ഇൻറ്റു ഡി. ഇ ഇൻറ്റു ഡി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണത്. ഓക്കെ. കാരണം നമുക്കിവിടെ വേണ്ടത് ആരാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ദെർഫോർ വാട്ട് ഐ ക്യാൻ റൈറ്റ്, എം ജിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം എത്രയാണ്? എം 2 പൈ ഇൻറ്റു 10⁻⁻6. ജി 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ജി 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇതാ പെട്ടെന്ന് കഴിഞ്ഞു. ചാർജ് 5 നാനോ കൂളംബാ. അപ്പോൾ 5 ഇൻറ്റു 10⁻⁻9. നൗ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ എന്തായി? ഈസ് ഈക്വൽ ടു ആരാ? വി ബൈ ഡി ആണ്. അപ്പോൾ വി ആണ് നമുക്ക് വേണ്ടത്. ആ വി എന്ന് പറഞ്ഞാൽ നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ ഞാൻ ഡെൽറ്റ വി എന്ന് കൊടുത്ത് ഡിവൈഡഡ് ബൈ ഡി. ആ ഡി ആണ് 12/π ഇൻറ്റു 10⁻². എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, 12 അപ്പം താഴെ, ബൈ പൈ മുകളിൽ, പിന്നെ ബൈ ആണ് 10⁻². മനസ്സിലാവുണ്ടോ? അപ്പോൾ പൈ ബൈ 10⁻² താഴെ വരിക, കാരണം 12/π 10⁻² ആണ്. ഓക്കെ. യെസ്. ഇനി സെറ്റായി. അപ്പോൾ ഡെൽറ്റ വി നമുക്ക് കിട്ടും. ഡെൽറ്റ വി കിട്ടും. നോക്കാം. അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും അല്ല കേട്ടോ. ഒരു ടെൻഷനും നിങ്ങൾക്കാവണ്ട. ആദ്യം തന്നെ പൈ ആണ്ട് ക്യാൻസൽ ചെയ്യടാ. ഒരുപാട് സമാധാനമായില്ലേ? ഓക്കെ. ഇനി നമുക്കുള്ളത് ഇവിടെ 10⁻² ഇത് കട്ട് ചെയ്തു. അപ്പോൾ 10⁻7 ആയി. 10⁻7ഉം 10⁻6ഉം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 10⁻1 ആയി. 10⁻1. ഓക്കെ. ഇനി ബാക്കി പിടിക്കാം. ബാക്കി ഡെൽറ്റ വിനെ മാത്രം അവിടെ നിർത്താം. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇവിടെ ആരൊക്കെ ഉള്ളത്? അപ്പോൾ 12 ഇൻറ്റു 2 എത്ര? 24. 20/5. പിന്നെ 240 ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ബൈ 10 ഉണ്ട് അല്ലേ? ബൈ 10 അല്ലേ? 10⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10. ആ 10ഉം കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഒരു 0 കൂടെ ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞല്ലോ? യെസ്, കഴിഞ്ഞു. ഇത്രയാണ് ഉള്ളത്. യാ, ഇതെത്രയാണ്? 24ൽ 5, ഇവിടെ 4, 40ൽ 8, 480 വോൾട്ട് കിട്ടി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കിട്ടിയത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 480 വോൾട്ട്. യെസ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഡിഫറൻസ് 480. ഇവിടെ 580ഉം 100ഉം. അപ്പോൾ ഡിഫറൻസ് 480 ആണ്. ചാൻസ് ഉണ്ട്. ഇവിടെ കാര്യമില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതല്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ കൺഫേം ആയിട്ടോ. ഇത് രണ്ടും ശരിയല്ല എന്നത് കൺഫേം ആയി. പക്ഷെ 1 or 2 എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? അതാണ് ഇനിയാണ് ഏറ്റവും നല്ല കണ്ണിങ് ആയിട്ട്. നോക്കൂ, ഇവിടെ താഴോട്ടല്ലടാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നമുക്കൊരു പുതിയ ഫോഴ്സ് കിട്ടണമെങ്കിൽ
ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എങ്ങോട്ടായിരിക്കണം? മുകളിലേക്കായിരിക്കണം. കാരണം ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ മുകളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടണം. മുകളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ കുറയുന്ന ഡിറക്ഷനിൽ. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് പൊട്ടൻഷ്യൽ കുറയണം. എന്ന് വെച്ചാൽ ഇത് ഹൈ പൊട്ടൻഷ്യലും ഇത് ലോ പൊട്ടൻഷ്യലും ആകുമ്പോഴല്ലേ ഇങ്ങോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കുറയാം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. എടാ ഇതിന്റെ നെഗറ്റീവിന്റെ മീനിങ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾവേസ് ഡിറക്റ്റഡ് ഇൻ എ ഡിറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഡിഗ്രീസസ്. അപ്പം മുകളിൽ അങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഡിറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയാന്നാണ്. എന്ന് വെച്ചാൽ ബി ഹൈ വോൾട്ടേജും ഇത് ലോ പൊട്ടൻഷ്യലുമാണ്. ലോ പൊട്ടൻഷ്യൽ മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വി എ ഈസ് ലെസ് ദാൻ വി ബി എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എ ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അപ്പം എൻ്റെ ആൻസർ സെറ്റായി. കാരണം ഡിഫറൻസ് 480 വോൾട്ട് കിട്ടണം. എ ആദ്യം എ ആണ്. അപ്പോൾ എ ആരാണ്? ലെസ്സർ പൊട്ടൻഷ്യലും ബി ഗ്രേറ്റർ പൊട്ടൻഷ്യലും. അപ്പോൾ ഏത് ആൻസർ? ഇതാണോ? അല്ല. ഓപ്ഷൻ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. മക്കളെ മനസ്സിലായോ? കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.